പല മക്കളും അമ്മയോട് വന്ന് പറയാറുണ്ട്, അമ്മ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഞാൻ ഒരു പ്രശ്നം പരിഹരിക്കുന്ന കാരണം പിന്നെ വേറെ പ്രശ്നമുണ്ടാകും, അത് പരിഹരിക്കുന്നുണ്ടായി പിന്നെ വേറെ പ്രശ്നമുണ്ടാകും. ഈശ്വരനെ തന്നെ ഓർക്കാൻ എനിക്ക് പലപ്പോഴും കഴിയാതെ പോകും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ എപ്പോഴും അമ്മ എനിക്ക് ധ്യാനിക്കാനോ ജപിക്കാനോ സമയം കിട്ടുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ലോകത്തിൽ. നമുക്ക് പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളെ രണ്ട് രീതിയിൽ നേരിടുന്നവരുണ്ട്. ഏത് സാഹചര്യത്തിലും എല്ലായ്പ്പോഴും ശാന്തരായി സമചിത്തതയോടും സന്തോഷത്തോടും ഏത് പ്രശ്നത്തെയും സ്വാഗതം ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. എന്നാൽ മറ്റേ കൂട്ടരാട്ടെ എന്ത് കിട്ടിയാലും ഒടുങ്ങാത്ത ആഗ്രഹങ്ങളായി ദുഃഖിച്ച് അസംതൃപ്തരായി ജീവിക്കുന്നവരാണ് മറ്റേ കൂട്ടർ. ഈ കൂട്ടർ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെയും പ്രശ്നങ്ങളായി മാറ്റും. സമചിത്തയോടും സമഭാവനയോടും ജീവിതത്തെ നേരിടുന്നവർ എങ്ങനെയായിരിക്കും? അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരു രാജ്യത്തിൽ ഒരു രാജാവുണ്ട്. ആ രാജാവ് ധർമ്മനിഷ്ഠനുമാണ്, ദയാലുവാണ്. അദ്ദേഹം എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടി ഗ്രാമങ്ങളിലും പോയി അവർക്കൊക്കെ വേണ്ടതൊക്കെ അപ്പോഴപ്പോൾ ആൾക്കാരെ വിട്ടന്വേഷിച്ചും എല്ലാവരെയും പോയി സഹായിച്ചു. ആ ധർമ്മത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടിയും തന്നെ ആ രാജ്യം സുഭിഷ്ടമായി സന്തോഷിച്ചിട്ട് കഴിയുകയാണ്. അപ്പം ഇത് ഈ പ്രജകൾ എപ്പോഴും ഇവിടെ പോയാലും ഈ രാജാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് എങ്ങനെയാണ്, എപ്പോഴും രാജാവിനെ പൊക്കി ആണ്. കാരണം ആർക്കും ഒരു ദാരിദ്ര്യമൊന്നുമില്ല. ഇത് മറ്റു രാജാക്കന്മാരെപ്പോഴും പിടിച്ച് പറിച്ച് കരം മേടിച്ച് കൂടുതൽ കരം മേടിച്ച് കഷ്ടമാക്കുന്നതാണ്. അവരുടെ പ്രജകളെല്ലാം ഈ രാജാവിന് ഉദാഹരണം പറഞ്ഞായിരിക്കും പ്രസംഗിക്കുന്നത്. മറ്റ് രാജാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം? കാരണം ഇങ്ങനെ പറയുന്നേക്കുമ്പം തന്നെ കീഴോട്ട് കൊണ്ടുപോകല്ലേ. പിന്നെ ഇവരിങ്ങനെ അയാളെ തന്നെ നമ്മുടെ രാജ്യത്തിലും ആ രാജാവ് തന്നെ പൊക്കി പറയാണ്. ഇപ്പം വെട്ടിക്കൊല്ലണോ, അതിനെ ശിക്ഷിച്ചൊക്കെ വെയിലൊക്കെ അടയ്ക്കുക, കൊല്ലുകയൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നവരൊക്കെ അങ്ങനെ ചെയ്ത്. പക്ഷെ ഇങ്ങനെ കൊന്ന ആളുകളില്ലാണ്ടാവുമല്ലോ. അപ്പം ഇതെല്ലാം മാർഗം. രാജാവിൻ്റെ മന്ത്രിമാരെ നമുക്കെങ്ങനെയും കയ്യിലാക്കണം. ഒരുവിധം ഉള്ളവരെ പിടിക്കാൻ പറ്റി. പിടിച്ച് കുറേ കൈക്കൂലി കൊടുത്തിട്ട് അവരെ കയ്യിലാക്കി. എന്നിട്ട് ഒളിവിൽ കൂടി ആ രാജ്യത്തിൽ കടന്ന് യുദ്ധം ചെയ്ത് ജയിച്ചു വരും. ജയിച്ചിട്ട് ആ ധർമ്മഷ്ഠായ രാജാവിനെ പിടിച്ച് ജയിലടച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ്? ചുമ്മാ മനഃപൂർവ്വം കളിയാക്കാൻ ചോദിച്ച, സാധാരണക്കാരുമായിട്ട് പോയി എനിക്ക് കടന്നാൽ മതി, അവരുടെ ഇവിടെ തന്നെ കഴിയാനാണ് താല്പര്യം. ഇടയ്ക്കിടയ്ക്ക് രാജാവ് എങ്ങനെയുണ്ട് വേണ്ടുള്ള രീതിയിൽ പോയി നോക്കുമ്പോൾ അവിടെ തിരിക്കുന്നവരോടൊക്കെ വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും സംസാരിക്കുന്നു, എന്തെങ്കിലും വയ്യാങ്കിൽ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഒരു രാജാഭാവത്തിലല്ല. അപ്പം അവരോട് കടന്നിട്ട് അവരിങ്ങനെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഇത് എപ്പോഴും സന്തോഷമായൊരു മുഖമാണ്. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും ഇത് എപ്പോഴും സന്തോഷവാനായി തന്നെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ദുഃഖിച്ചൊരു മുഖം അയാളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇവർ നമ്മൾ ചർച്ചയായി. ഈ പീഡിപ്പിച്ച ആൾക്കാർ ചോദിക്കുകയാണ് ഈ രാജാവിനോട്, ജയിലടച്ച രാജാവിനോട്, ഇത്രയൊക്കെ നിങ്ങളെ പീഡിപ്പിച്ചിട്ടും ശാന്തതയോടെയും സന്തോഷത്തോടെയും നിങ്ങളിരിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ രാജാവ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എന്നെ പീഡിപ്പിക്കാനും ജയിലടയ്ക്കാനും മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. അതിന് നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ദുഃഖിക്കണോ വേണ്ടയോ എന്നത് അതെൻ്റെ തീരുമാനമാണ്. എൻ്റെ അനുവാദമില്ലാതെ എന്നെ ആർക്കും ദുഃഖിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ആ രാജാവ്. ഇപ്പം ടെൻഷനില്ലാത്ത ആരുമില്ല. കാരണം നമ്മൾ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പം ഡ്രൈവിങ് പഠിച്ചവന് വണ്ടി ഓടിച്ച് 98% വീട്ടിലെത്തും എന്ന് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരിക്കും വീട്ടിൽ ചെല്ലുന്നതിന് പകരം. നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ, ഭാഗവതം മാത്രമല്ല ഗീത, അടിസ്ഥാന ഗീത കൂടി എൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കണം. മഹാഭാരതം, രാമായണം. അപ്പോൾ ഏതോ സാഹചര്യങ്ങളിലും അവർ നേരിട്ടത് എങ്ങനെ,
മഹാഭാരതം രാമായണത്തിലുണ്ടായ ആ സംഭവങ്ങൾ, കഥകൾ, എഴുതിയ കാര്യങ്ങൾ ഇനി എത്ര യുഗം കഴിഞ്ഞാലും അതേപോലെ കഥാപാത്രങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ നോക്കിയാൽ അത് തന്നെയാണ് കാണുന്നത്. അതിനുള്ള സംഭവം തന്നെയാണ് ജനങ്ങളുടെ സ്വഭാവമായിട്ട് കാണുന്നത്. കാരണം അപ്പം അതിനെ നേരിടാനുള്ള മാർഗവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിജീവിക്കാനും നേരിടാനും ഇങ്ങനെ സമുദ്രത്തിലൂടെ നീങ്ങിയെന്നും പറയുന്നുണ്ട്. എത്ര നമ്മൾ വായിച്ചാലും ഒരു പ്രാക്ടിക്കൽ വശം ഒരാടുത്ത് തന്നെ മനസ്സിലാക്കണം. നമ്മളൊരു PhD എടുക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കേൾക്കുന്ന പോലെ അപ്പം അനുഭവമാണ് ഗുരു എന്ന് പറയും. അപ്പം അനുഭവിച്ചവരാണ് ഗുരുക്കന്മാർ. 1000 പേര് പറയാണ് അയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ തെളിവെടുക്കുന്ന ഒരാൾ കണ്ടതായിട്ടുള്ളതാണ് കോടതി തെളിവായിട്ട് എടുക്കുന്നത്. അപ്പം ഋഷീശ്വരന്മാർ പറഞ്ഞതാണ്, അവരുടെ അനുഭവമാണ് പറഞ്ഞത്.